back to my channel. എനിക്കറിയാം നമ്മൾ കുറേ ആയി കണ്ടിട്ട്, so which is why I planned a chit chat session with my subscribers. I hope I'm audible to you. Yes. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് ഇറ്റ്സ് കൈൻഡ് ഓഫ് ന്യൂ. എൻ്റെ മുടി കാരണം എന്നെ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ I'm sitting in a balcony. Okay. അപ്പോൾ we are in an Airbnb. So we have come to Trivandrum. I hope you can hear my voice. അപ്പം എനിക്കറിയാം ഈ ബാൽക്കണി അത്രയ്ക്ക് നല്ല ഐഡിയ അല്ല, കാരണം സൈഡിൽ കൂടി പോകുന്ന വണ്ടികൾ അങ്ങനെ ഒരുപാട് സൗണ്ടുകൾ കാണും. ബട്ട് സ്റ്റിൽ ഐ ജസ്റ്റ് വാണ്ടഡ് ടു അഷ്യൂർ യു ദാറ്റ് ഐ എം സ്റ്റിൽ ദെയർ ഫോർ ദ യൂട്യൂബ്. ഓക്കെ, ഞാൻ കുറച്ച് നാൾ ബ്രേക്ക് എടുത്തെന്നുള്ള സത്യമാണ്, പക്ഷെ വേറൊന്നും കൊണ്ടല്ല. എക്സാംസ്, ഹോംവർക്സ്, അസൈൻമെൻറ്റ്സ്, എല്ലാ കാര്യങ്ങളും ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യങ്ങളുടെ ഒരു 50% കാര്യങ്ങളാണ് ഇത്. അപ്പം 50% അല്ല, ഒരു 100% കാര്യങ്ങൾ സത്യമാണ് ഇതൊക്കെ. അപ്പം ഇങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാനും കുറച്ച് നാളത്തേക്ക് ഡിസപ്പിയർ ആയിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് ഐ എം വിസിബിൾ. ഓക്കെ, ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഐ ഹാവ് ചോസൻ ദ സ്പോട്ട്. ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്പോട്ട്. ഈ ഒരു വാട്ട് യു കോൾ ദ കാർപ്പറ്റ് ആണെങ്കിലും നല്ല ലോൺ ഗ്രീൻ കളർ, ലഷ് ഗ്രീൻ കളർ. ഓക്കെ, എൻ്റെ ഇമാജിനേഷനിലൊക്കെ പോലത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പ്ലാൻഡ് സംഭവമാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. അപ്പം ബേസിക്കലി ദിസ് വീഡിയോ ഈസ് അബൌട്ട് ചിറ്റ് ചാറ്റ്. അതായത് ഇപ്പം നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ്, ഇപ്പം കുറച്ചായിട്ട് ഭയങ്കര സബ്സ്ക്രൈബേഴ്സൊന്നും അങ്ങനെയില്ല, എന്നാലും കുറച്ചായിട്ട് എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ന്യൂ ആയിട്ട് സബ്സ്ക്രൈബേഴ്സ് വന്നവർക്ക് വേണ്ടിയിട്ടും ഒക്കെ എന്നെ പറ്റി കുറച്ചും കൂടി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നു. ഹൗ ഐ എം ലൈക്ക് വാട്ട്സ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ചാനൽ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മോർ അബൌട്ട് മീ. യു ക്യാൻ സേ മോർ അബൌട്ട് മീ വീഡിയോ, ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ, ഒരു അപ്ഡേഷൻ. ഓക്കെ, സംതിങ് ഐ വോണ്ടഡ് ടു ടെൽ യു, ലൈക്ക് എവിടെയായിരുന്നു ഇത്രയും കാലം അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞതാണ്. എക്സാമിൻ്റെ കാരണമാണ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം മറന്നുപോയി. ഹാപ്പി ഓണം. യെസ്, ആസ് യു ക്യാൻ സീ ഞാൻ ഓണം ഔട്ട്ഫിറ്റിലൊക്കെയാണ്. ആൻഡ് ഐ ഓൾസോ ലൈക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതെനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ, one thing I wanted to tell you, as I am a comfort zone buddy, take your time, relax, have a cup of tea, your snacks, anything, and just relax. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലീൻ ചെയ്ത് വരണം, പോസ് ചെയ്യാൻ, വീഡിയോ ഇതെടുക്കണം. അതാണ് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ ഓർത്ത് നമുക്ക് ചെയ്യാം. ഇടയ്ക്ക് വേണമെങ്കിൽ പൊസിഷൻസ് മാറ്റാം. അപ്പോൾ ഐ വിഷ് ഐ കൻ ഷോ യു ദിസ് ബാക്ക്ഗ്രൗണ്ട്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ്. നമ്മളൊരു ട്രിവാൻഡ്രം ഒരു ഡ്രീമി ഒരു ടൗൺ സ്റ്റൈലാണ്. ഓക്കെ, ടൗണിലൊക്കെ വരുമ്പോൾ ഞാനൊരു ടൗൺ പേഴ്സണാണ്. രണ്ടും ഇഷ്ടമാണ്. ഇങ്ങനെ കുറച്ചും കൂടി ടൗൺ പേഴ്സണാണ്. ഇപ്പം ടൗണിൽ ഒറ്റയ്ക്ക് സോളോ ആയിട്ട് നടക്കുക, സോളോ ആയിട്ട് താമസിക്കുക, അങ്ങനെ ഇഷ്ടമാണ്. അറിയാം. ഓക്കെ, അപ്പം സ്റ്റാർട്ടിങ് വിത്ത് മീ, ഐ എം ടെലിങ് മൈ നെയിം. എൻ്റെ ഒഫീഷ്യൽ പേര്, മൈ നെയിം ഈസ് നിരഞ്ജന സുരേഷ്. ഐ എം സ്റ്റഡിങ് ഇൻ 11B. ഇതൊരു സ്കൂൾ ഇൻട്രഡക്ഷൻ വീഡിയോ ആവുമെന്ന് എനിക്ക് ഒരു ഡൗട്ട് ഇല്ലാതില്ല. ഓക്കെ, നൗ ഐ എം സ്റ്റഡിങ് ഇൻ 11 Commerce. ഓക്കെ, just Commerce as my stream. My side passion is YouTubing or being a YouTuber. Yes, അതിനെപ്പറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നൊരു വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയുണ്ട്. എന്നെ ചെറുതായി കരയിപ്പിച്ചു. പക്ഷേ അത് ശേഷം ഞാൻ ഐ നോട്ടീസ് ദ വാല്യൂ ഓഫ് ദാറ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ്. വേറൊന്നുമല്ല, എനിക്ക് കുറച്ച് നേരം മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് ഈ ചാനൽ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയ. യെസ്, ഞാനത് പറയാം. എല്ലാവരും ഇതൊരു ചിറ്റ് ചാറ്റ് വീഡിയോ ആയതുകൊണ്ട് എനിക്ക് എന്തായാലും ഇത് പറയാമെന്നുണ്ട്. അതുകൊണ്ട് ഐ വുഡ് ബി ഷെയറിങ് വിത്ത് യു. ഞാൻ പറഞ്ഞാലോ, ഐ ഹോപ്പ് ഐ എം ഓഡിബിൾ. ഞാൻ മാക്സിമം വോയിസ് എടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ഫോൺ ഞാൻ വോളിൽ സ്റ്റാൻഡ് ചെയ്ത് വെച്ചേക്കോ. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കണം. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഐ റിയലി വോണ്ട് ടു ഡോക്യുമെൻറ്റ് ദിസ് വീഡിയോ. ഓക്കെ, സോ ഇന്ന് ഈ ഫോൺ ആക്ച്വലി എൻ്റെ
അനിയത്തിയുടെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മൈ സിസ്റ്റേഴ്സ് നെയിം ഈസ് നന്ദു. ഓക്കെ, നിക് നെയിം. അപ്പം ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പാക്കിങ് കാര്യങ്ങളായ യൂഷ്വൽ രാവിലെ നേരത്തെ പുറപ്പെടാനായിരുന്നു. കോട്ടയത്ത് നിന്ന് ഇവിടം വരെ ഇറ്റ്സ് എ ലോങ് ജേർണി ഇങ്ങോട്ടോ. അപ്പോൾ നേരത്തെ എണീറ്റു. പെട്ടെന്ന് ചായ ഒഴുകുന്ന സമയത്താണ് എൻ്റെ അനിയത്തി പറയുന്നത് എൻ്റെ ചാനൽ പോയി. ദ മൊമെന്റ് ആസ് യു ഓൾ നോ ഞാൻ ഷോക്കായി. എൻ്റെ ഉള്ളിൽ എനിക്ക് ശരിക്കും ഈ ചിരിക്കുന്ന പോലെയൊന്നുമല്ല. ഇപ്പം എനിക്ക് ചിരിയുള്ളത് എൻ്റെ ചാനലുണ്ട്, എനിക്ക് വീഡിയോ എടുക്കാം എന്നാ ഹോപ്പിലാണ്. പക്ഷെ അതങ്ങനെയല്ല. കാരണം പെട്ടെന്ന് എനിക്ക് ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ഇങ്ങനെ സംഭവിച്ചൊന്നും ഇരുന്നാലും അക്കൗണ്ട് പോയത് എനിക്കറിയാം. ചാനലുണ്ട്, പക്ഷെ അക്കൗണ്ട് പോയി. നമുക്ക് ആ ഒരു അക്കൗണ്ട് സൈനിങ് ഉണ്ടല്ലോ, അത് അവിടെ പോയി. സത്യം പറയാൻ പോയി, നടക്കില്ല. സംഭവം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അച്ഛനാണെങ്കിൽ ഞങ്ങളുടെ ഫോൺ ബിക്കോസ് സ്പേസ് ഇല്ലായിരുന്നു, അങ്ങനെ പോയതായിരുന്നു. അപ്പം എനിക്ക് സങ്കടവും ദേഷ്യമൊക്കെ. നമ്മളപ്പം എനിക്ക് കാര്യം ശരിയാണ്, 45 സബ്സ്ക്രൈബേഴ്സ് ആണ് ഉണ്ടെങ്കിലും ഐ എം സോ സോറി ഓഫ് ദിസ് നോയ്സ്. ഓക്കെ, എനിക്ക് 45 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ ഇതുവരെ ഉള്ള ചാനൽസിനൊന്നും ഞാൻ ഇതുപോലെ ലോങ് വീഡിയോസ് ഇത്ര ഫ്രീ ആയിട്ട് എടുത്തിട്ടില്ല. ഉള്ളത് പറയാലോ, ഇതുവരെയുള്ള ചാനൽസിലൊക്കെ എൻ്റെ ഒരു ഓൺലി മോട്ടീവ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് മോട്ടീവ് എന്ന് പറയുന്നത് ഏർണിംഗ് സബ്സ്ക്രൈബേഴ്സ് ഓൺലി. അത്രേ ഉള്ളൂ. ആ പേര് സബ്സ്ക്രൈബേഴ്സ്, അതിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുമ്പോൾ പറയാലോ, ഞാൻ അങ്ങനെയായിരുന്നു. ഇപ്പം എന്തെങ്കിലും ഒരു ഇതുണ്ടായി ഞാൻ എൻ്റെ ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഇതുപോലെ ഇത് വന്നെന്ന് വെച്ചു എന്തെങ്കിലും വീഡിയോ എടുക്കും. ട്രെൻഡിനൊപ്പം എന്ന് പറയില്ലേ, ഫുൾ ട്രെൻഡ് അല്ലായിരുന്നു, എന്നാലും അതുപോലെ എടുക്കാൻ നോക്കുമായിരുന്നു. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ ഇപ്പം അഡ്മയർ ചെയ്യുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സും അവരുടെ ബാക്ക്ഗ്രൗണ്ട് റെസ്പെക്ട് ചെയ്തുകൊണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈലിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് വീഡിയോസ് എടുക്കും. ഒരുമാതിരി വി ക്യാൻ ടെൽ ഇറ്റ് ഡോക്യുമെൻ്ററി. അവിടെയാണ് ഞാൻ ഇൻസ്പയർഡ് ആയത്. അപ്പം അത് വിട്, ഞാൻ സൈഡിലൊരു കഥ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം ഞാൻ പറയാം, ഈ ചാനലിനോട് എനിക്കുള്ള അറ്റാച്ച്മെൻറ്റ് അത്രയും. എനിക്ക് എന്തെങ്കിലും ശരിക്കും നമുക്കറിയാം, നമ്മളൊരു ഏജ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കുറയും, പണ്ടത്തെ പോലെയല്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു യൂട്യൂബ് ചാനൽ ഉള്ളത് പറയുമ്പോൾ എനിക്ക് തിങ്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി എന്ത് കോണ്ടന്റ് ഇടണം, എങ്ങനെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാനത് ഒരു കോണ്ടന്റ് വാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ സെറ്റ് ഡൗൺ ചെയ്യണം, സ്കെഡ്യൂൾ ചെയ്യണം, എങ്ങനെയാണെന്ന്. കാര്യം നിങ്ങളെ സംബന്ധിച്ച് ഒരു 45 സബ്സ്ക്രൈബേഴ്സ് ചാനൽ ചെറുതാണ്, എനിക്കറിയാം, ചെറിയ ചാനലാണ്. പക്ഷെ അത് നമ്മൾ എഫോർട്ട് എടുക്കുന്നത് എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് എ ബിഗ് തിങ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേർക്കും ഇന്നത്തെ കാലത്ത് ഒരു യൂട്യൂബ് ചാനൽ കാണും. അപ്പോൾ ഞാൻ പറയുവാണ്, ഈ ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം കൂടിയുണ്ട്. നെവർ ലോസ് ഹോപ്പ്. ഇഫ് യു ഹാവ് എ ഡ്രീം, go towards it, run towards it and somehow fulfill it. And I'm sure if you're 100% dedicated to it, 90% of that thing will have the possibility in your life. But that 10% നിങ്ങൾ എഫോർട്ട് എടുക്കണം. ഇതൊക്കെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ അനുഭവത്തിനാണ്. യെസ്. സോ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതൊരു ഓണമാണല്ലോ, ഓണം 2K26. സോ നിങ്ങളുടെ ഓണം പ്രിപ്പറേഷൻസ് ഒക്കെ എവിടം വരെയായി? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണോ? സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. ഇത് അവസാനം പറയുന്ന കാര്യമാണ്, എന്നാലും ഞാൻ പറയുന്നതേ ഉള്ളൂ. മേ ബി വി വുഡ് പ്ലാനിങ് ടു ഗോ ഔട്ട്. ഇവിടെ ലുലുമാളിലൊക്കെ പോകാൻ ചെറിയ പ്ലാൻ ഉണ്ട്. എനിക്കറിയില്ല നടക്കുമെന്ന്. ഇല്ലായിരിക്കും മിക്കവാറും, കാരണം തിരക്കൊക്കെ കാരണം സാധാരണ പറ്റാറില്ല ഇങ്ങനെയൊന്നും. അതാണ് ഞാൻ പറഞ്ഞത്. തിരക്കായതുകൊണ്ട് എടുക്കാൻ ചാൻസ് കുറവാണ് വീഡിയോസ്. ഇഫ് ഐ ഗെറ്റ് എ ചാൻസ് എന്തായാലും എടുക്കുന്നതായിരിക്കും. വലിയ ചിറ്റാറ്റെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോണ്ടന്റും ഇല്ല. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പ്രിപ്പയർ ചെയ്തു. എൻ്റെ മനസ്സിൽ ഇങ്ങനെ വേണം കാര്യങ്ങൾ, ഈ ഒരു ബോർഡ് വേണമെന്ന് ഞാൻ പറഞ്ഞു. അല്ലാണ്ട് ഞാൻ കംപ്ലീറ്റ്ലി എന്ത് പറയണം എന്ത് ചെയ്യണം ഞാൻ ചെയ്തില്ല. കാരണം എനിക്ക് സത്യം പറയുവാണ്, എന്നോട് ചോദിക്കാൻ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പറയുന്നൊരു ആക്റ്റീവ് ഓഡിയൻസ് കമൻസ് ഒന്നും ആയിട്ട് എനിക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നല്ലതായിരിക്കും. നമ്മളൊരു ചാനൽ, നമ്മളെല്ലാവരും ഒരു ചാനൽ കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നു, നമുക്ക് കമൻറ്റ് ചെയ്തില്ലെങ്കിലും അവരെപ്പറ്റി കുറച്ചുകൂടി അറിയുമ്പോൾ
അറിയാനൊരു അവസരം കിട്ടുമ്പോൾ നമുക്കതൊരു ഇഷ്ടമല്ലേ. ഞാൻ ഓർക്കും അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ ഇന്നത്തെ ഇൻ ദിസ് വേൾഡ് 2026 എല്ലാവർക്കും വേണ്ടത് എസ്തെറ്റിക് ലോഫ്റ്റി ആംബിയൻസസ് ഒക്കെയുള്ള വീഡിയോസാണ്, ചിറ്റ് ചാറ്റ് വീഡിയോസൊക്കെയാണ്. അപ്പം ഇന്ന് ഞങ്ങൾ ടാക്സിയിൽ ഇങ്ങോട്ട് വന്ന സമയത്തും 90% of the time I was listening to headphones. Yeah, for the first time ആണോ എന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഞാൻ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇതുവരെ ഞാൻ അങ്ങനെ ഹെഡ്സെറ്റൊന്നും വെച്ച് ഇത്രയധികം ചെയ്തിട്ടില്ല. ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെ അങ്ങനെ, ഫ്ലൈറ്റിലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ട്രെയിനിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഹെഡ്സെറ്റൊന്നും വെച്ച് ഇത്രയും നേരമൊന്നും ഇരുന്നില്ല. കാരണം അന്നൊക്കെ ചെറുതായിരുന്നു. പിന്നെ അമ്മയൊക്കെ പറയും എടുത്ത് വെക്കിയ ഫോണൊന്നും വേണ്ട, ഈ കുന്ത്രണ്ടൊക്കെ മാറ്റി വയ്ക്കുമെന്ന് പറയും. പക്ഷേ ഇപ്പം ഞാൻ ലിസൺ ടു സോങ്സ്, ലിസൺ ടു പോഡ്കാസ്റ്റ്. എനിക്ക് പോഡ്കാസ്റ്റൊക്കെ ഫേവറേറ്റ്. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ മേ ബി it would become a help for someone. Podcast, if you want to know more about me. Yeah. ഇന്ന് പ്രത്യേകിച്ച് പെട്ടെന്ന് വന്നൊരു കോണ്ടന്റ് ആണ്. ഒത്തിരി പ്ലാൻ ചെയ്യാണ്ട് എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ, ഈ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്നോ ഒരു വീഡിയോ എടുക്കാം. കാറ്റൊക്കെ വരുന്നുണ്ട്. ഇനി ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് വേണം ഞാനിത് ഓഡിബിളാണോ എനിക്കറിയാൻ. അതുവരെ എനിക്ക് ഒരു മനസ്സമാധാനം ഇല്ല. അതാണ് ഞാൻ ഈ തൊണ്ട കീറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി സൗണ്ട് ആയാലും അത് ഇറ്റ് കുഡ് ബിക്കം എ ലോ ഡിസ്റ്റർബൻസ്. ഓക്കെ, കാര്യമായിട്ടൊന്നും പറയാനല്ല, ദിസ് മച്ച് ഓൾ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം, പക്ഷെ ഇങ്ങനെ ഇത് പ്രസന്റ് ചെയ്യണമെന്നൊന്നും എനിക്കങ്ങനെ അറിയില്ല. പിന്നെ ഇത്രയധികം നിങ്ങൾ എൻ്റെ പല ബുക്ക് റിവ്യൂ വീഡിയോസ്, ആദ്യത്തെ തന്നെ എൻ്റെ ലോങ് വീഡിയോ ഉണ്ടായിരുന്നു ഇക്കിഗൈയുടെ. അത് ഇന്ന് ഞാൻ കേട്ടോണ്ടിരിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ ഒരു കസിൻ ചേച്ചി കേട്ടായിരുന്നു വന്നത്. അപ്പം ഞാൻ ആൾക്കും പിന്നെ എൻ്റെ അമ്മയ്ക്കൊക്കെ കേൾപ്പിച്ചു കൊടുത്തു. അവരൊന്നും അങ്ങനെ കാണാറില്ല. അപ്പം അവർ പറഞ്ഞു നല്ലതാണ്. പിന്നെ ആസപ്പോൾ എല്ലാവരെ പോലെ എനിക്ക് മിസ്റ്റേക്സ് ഉണ്ട്. എൻ്റെ വീഡിയോസ് എനിക്ക് തോന്നുന്നു കുറച്ച് ലാഗിങ് ആണ്. ഞാൻ ആ ലാഗിങ് മാറ്റാൻ ശ്രമിക്കാം, ഒത്തിരി ടൈം കൺസ്യൂമിങ് ആക്കാതെ. എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം നൽകിയിട്ടാണ് ഈ ഒരു വീഡിയോ കൺസ്യൂം ചെയ്യുന്നത്. സോറി, കൊമേഴ്സ് ഒക്കെ പഠിച്ചു വരുമ്പോൾ ആ ഒരു വാക്ക് ഇങ്ങനെ വരുന്നതാണ്. അത് നിങ്ങൾ മൈൻഡാക്കണ്ട. പിന്നെ ഇപ്പം കറൻ്റ്ലി ലൈഫ്സ് ഗോയിങ് പ്രിറ്റി ഹാപ്പിലി സ്മൂത്ത് and I'm grateful for that. So നിങ്ങൾ ഈ കമൻസ് യൂസ് ഇറ്റ് ആസ് ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ യു ആർ മൈ ഓഡിയൻസ്. സോ ഇഫ് ഐ എം ടു ടെൽ യു വൺ തിങ്, നിങ്ങൾ ഞാൻ പറയാമല്ലോ വീഡിയോയുടെ തുടക്കം പറയുന്ന പോലെ നിങ്ങളുടെ ഫേവറേറ്റ് ഒരു സ്ഥലത്ത് പോയിരിക്കുക. ഐ എം ഷുവർ ഇറ്റ് വുഡ് ഗിവ് യു 90% ആ ഒരു ഫീലിങ്സ് തരും. 10% നിങ്ങളത് എഫേർട്ട്സ് എടുക്കണം. നമ്മൾ എന്തൊരു കാര്യത്തിലും എഫേർട്ട് എടുക്കണം. മനസ്സിലായി? ഒരു മോട്ടിവേഷൻ വീഡിയോ കാണുന്ന പോലെ എഫോർട്ട് വേണം. മൈൻഡ് ഓപ്പൺ ആയിരിക്കണം. മൈൻഡ് അത് സ്വീകരിക്കാൻ റെഡി ആയിരുന്നാലേ അതിന് മോട്ടിവേഷൻ കൊണ്ട് കാര്യമുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയാം. പക്ഷെ ചിലർ പറയും മോട്ടിവേഷൻ വീഡിയോ എനിക്ക് പഠിക്കാൻ തോന്നില്ല. മൈൻഡ് ഓപ്പൺ ആകാതെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചില സമയത്ത് പഠിക്കാനേ തോന്നില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ടുഡേ ഞാൻ കുറച്ച് സൈലത്തിൻ്റെ ഇത്ര ക്ലാസ്സസ് ഒക്കെ കേട്ടു ഹെഡ്ഫോൺസ് വെച്ച്. അതൊരു ആക്ച്വൽ പഠനമല്ല, അത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം. ഞാൻ വേറെ ചുമ്മാ രസത്തിന് കേട്ടു. പിന്നെന്തൊക്കെയാണ്, പിന്നെ സ്കൂൾസ് ഗോയിങ് പറ്റി കുറേ നോട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറേ പ്രൊജക്റ്റ് വർക്കൊക്കെ വരുന്ന ടീച്ചേഴ്സ് പറഞ്ഞു. അപ്പോൾ പിന്നെ ഉള്ള എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കുറഞ്ഞു. ചുമ്മാ അറിയാണ്, അങ്ങനെയൊന്നുമില്ല. എന്നാലും ഒരു മടുപ്പ് ഇല്ലാതില്ല. I'll show you the background. എനിക്കത് കാണിക്കാതിരുന്നിട്ട് എന്തോ പോലെ. I'll show you the background. Okay, this is the background. ഇത് കാണാമെന്ന് ഞാൻ ഓർക്കുന്നു കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഈ ഒരു എയർബിഎൻബിയുടെ ഈ ഒരു ചെറിയ ടൂർ ഞാൻ ചെയ്യാം at the end of this video or maybe another video. പക്ഷെ അനദർ വീഡിയോ ആയിട്ട് ഇടണോ? എനിക്ക് അതിനോടൊരു ഇതില്ല. കാരണം എന്തോ എൻ്റെ സ്വന്തം വീട് പോലെ തോന്നും. അത് അത്രയൊരു ഇറ്റ്സ് ചീപ്പ്. ഓക്കെ, സോ ഇവിടെ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെയാണ് സംഭവം. കണ്ടില്ലേ, ഒരു ഡോറ്, ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതല്ലാണ്ട് കേട്ടോ വീഡിയോയിൽ എത്രമാത്രം എനിക്ക് സ്പേസ് വീഡിയോ കാണുമ്പോൾ നമ്മൾ ഓർക്കും ചെറിയ സ്ഥലമാണ്, അത് വേറെ കാര്യം. പക്ഷെ
അത്ര ചെറുതല്ല, അത്യാവശ്യം ഒരു ബാൽക്കണി, ഒരു ടൗണിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ബാൽക്കണിയുടെ അത്രയുണ്ട്. യെസ്, നിങ്ങളെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണിച്ചപ്പോൾ എനിക്കും ഒന്ന് മനസ്സമാധാനമായി. അതിനകത്ത് ഞാൻ ഒന്ന് കാണിക്കാതിരിക്കുമായിരുന്നു. ഇനി അടുത്ത പേടി, ഞാൻ വാതിലടച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇനി ആരെങ്കിലും വാതിൽ തുറന്നാൽ അവർ ക്യാമറയിൽ പതിയുമോ അഥവാ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഒന്നാമത് സൗണ്ട് ആണെന്ന് തോന്നുന്നു. ഞാൻ വീഡിയോ കേട്ടാലും ഇനി അറിയൂ. നല്ല നല്ല സുഖമുണ്ട്, കാറ്റുണ്ട്. സോ യു ക്യാൻ ലിറ്ററലി ടെൽ the first thing I did after coming to the Airbnb was take this video. കാര്യമായിട്ടൊന്നും പറയാനല്ല, ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്ത് പറയണം എന്നൊക്കെ. ഞാൻ പറയല്ലോ, ദ പ്രോബ്ലംസ് ഓഫ് ആൻ അൺസ്ക്രിപ്റ്റഡ് വീഡിയോ ഇതൊക്കെയാണ്. എന്ത് പറയണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. പിന്നെ എല്ലാവരും പറയുന്നല്ലേ, മിക്കവരും പറയുന്നുണ്ടാവും, പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. നമ്മുടെ ചാനലിലും ആളുകൾ ഇന്ന വീഡിയോ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ വ്യൂസ് വരുമ്പോൾ ഓക്കെ ഓഫ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു വീഡിയോ കാണുന്നുണ്ടാവും കേട്ടോ. പക്ഷേ അതല്ലാതെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. സോ ഇഫ് യു ക്യാൻ ടേക്ക് ദിസ് മൊമെൻറ്റ് ടു പ്ലീസ് സബ്സ്ക്രൈബ് മൈ വീഡിയോ, ലൈക്ക് ചെയ്യുക. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഇതുപോലെ പീസ് ലവിങ് അറ്റ്മോസ്ഫിയർ, പിന്നെ ഇതുപോലെ ചലവറ വർത്താനം പറയുന്ന ആ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം. ഗോസിപ്സ് പറയാൻ കുറച്ചൊക്കെ ടോപ്പിക്ക് ഇട്ടട്ടെ. പിന്നെ ഹൗ ആർ യുവർ സ്റ്റഡീസ് ഗോയിങ്? ഐ വുഡ് റിയലി ലൈക്ക് ടു ഹിയർ അബൌട്ട് ഇറ്റ്. ഓക്കെ, ഞാനും എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമാണ് ഇങ്ങനെ കമൻസിലൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇനിയുള്ള വീഡിയോസിൽ പറ്റുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഞാനും ഐ വാസ് അറ്റ് ഫസ്റ്റ് നിങ്ങളെപ്പോലെ ഒരാളായിരുന്നു. ചാനലൊക്കെ എല്ലാത്തിനും മുമ്പ് ചാനൽ തുടങ്ങിയ ആ ഒരു സമയത്ത് ആദ്യത്തെ. അപ്പോൾ ഞാനും ഒരു ഷോർട്സ് കാണും, അത് സ്ക്രോൾ ചെയ്യും. ഇഷ്ടപ്പെട്ടാലും ഒന്നും ചെയ്യില്ല, കാരണം നമുക്ക് സംഭവം ആദ്യമൊന്നും അറിയില്ല. കാരണം ഇതെന്താ മെക്കാനിസം എന്നൊന്നും അറിയില്ല. ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ ആയിരുന്നു ഇങ്ങനെയാണല്ലോ. നമ്മൾ ആദ്യമായിട്ടൊരു യൂട്യൂബൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാൻ നോക്കും. ആ സമയം നമുക്ക് മെക്കാനിസം ഒന്നും അറിയണമെന്നില്ല. ഞാനും അതുപോലെ തന്നെ ആയിരുന്നു. പിന്നെ when I started seeing that നമ്മളൊരു ഫാമിലിയാണോ, ഒരു ഗ്ലോബൽ ഫാമിലിയാണ്. യൂട്യൂബ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് വേണം പോകാൻ. പിന്നെ ഞാനും ചെറിയ ചാനൽസിനൊക്കെ ഞാനും കമന്റ് ഇടാറുണ്ട്. ഓഫ്കോഴ്സ് എന്നെ ഒരുപാട് ചെറിയ ചാനൽസ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. The sound is becoming too hard. ഈ സമയത്ത് what I really wanted to share is എൻ്റെ യൂട്യൂബ് ജേർണി. ഇപ്പം നിങ്ങൾ ഓർക്കും, ഇപ്പോഴാണോ ഈ യൂട്യൂബ് ജേർണിയൊക്കെ പറയുന്നത്? 100K 1 million സമയത്ത് പറയേണ്ട കഥ ഇപ്പോഴാണോ പറയണ്ടേ? പക്ഷേ എനിക്കിത് പറയേണ്ട ഒരു ആവശ്യം ഇപ്പോഴാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ദ റിയൽ ടൈം കുറച്ചും കൂടി ഒരു ഇതായിട്ട് തോന്നുന്നു ഈ ഒരു സംഭവം നടന്ന ശേഷം. അല്ലെങ്കിൽ എൻ്റെ ചാനൽ എൻ്റെ കയ്യിൽ കിട്ടാത്ത, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇപ്പം ഞാൻ ഈ എഫോർട്ട് ഇട്ടില്ലായിരുന്നെങ്കിൽ, ഞാനല്ല എഫോർട്ട് ഇട്ട് എന്നെ നമ്മൾ കുറച്ച് എൻ്റെ കസിനാണ് ഇത് എനിക്ക് റെഡിയാക്കി തന്നത് ചാനൽ. കഴിഞ്ഞ ചാനലൊക്കെ അങ്ങനെയാണ്, ആ ചേട്ടൻ തന്നെയാണ് ചെയ്തു തന്നത്. അപ്പം അച്ഛനൊക്കെ ഇമെയിലൊക്കെ ഉപയോഗിച്ചാനൊക്കെ സഹായിച്ചു. അപ്പം അത് വേറെ കാര്യം, ഞാൻ ആ ഇതല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് ചാനൽ വേണം, അല്ലെങ്കിൽ ഈ ചാനൽ തന്നെ വേണം എന്ന് പറയാൻ ഞാൻ ആ എഫോർട്ട് വേണമല്ലോ. ആ എഫോർട്ട് ഇട്ടില്ലാണെങ്കിൽ ചോദിക്കാം, മേ ബി എന്തുവേണം സംഭവിക്കും. മേ ബി ചാനലിൻ്റെ ലോഗിൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ ആ ഒരു തിരിച്ച് സൈൻ ഇൻ ചെയ്ത ഡേറ്റ് വല്ലതും കഴിഞ്ഞു പോയി, എനിക്ക് ഒരിക്കലും കിട്ടില്ല. ഈ 45 സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അപ്പം എനിക്കൊരിക്കലും എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. വഴിയോളം നമ്മൾ വരുന്ന വഴിയെന്ന് ഞാൻ പറയുമായിരുന്നു, അമ്മയോടൊക്കെ എല്ലാവരും പറയുമായിരുന്നു. ഞാൻ ഇത് അങ്ങനെ മറന്നു കളയാൻ പറ്റില്ല, കാരണം നമ്മളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് സിൻസിയറായിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും വിട്ട് കളഞ്ഞിട്ട് വരാൻ പറ്റില്ല. അപ്പം താങ്ക് ഗോഡ്, റിയലി ഗ്രേറ്റ്ഫുൾ. നല്ല മഴക്കാറുണ്ട്. നിങ്ങളുടെ അവിടെ ഇങ്ങനെയൊക്കെയാണ്? മഴയുണ്ടോ? മഴയൊക്കെ ഇപ്പോൾ വീണ്ടും എനിക്ക് തോന്നുന്നു മഴയുടെ സീസൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. So what I was telling you was that എനിക്ക് ആദ്യം ഒരു ചാനലുണ്ടായിരുന്നു. അത് ഞാൻ പറയണം, ഈ സമയത്ത് എനിക്കത് പറയണം. ഞാൻ എൻ്റെ ചാനലിനെ പറ്റി സെൽഫ് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് സാരമില്ല, കാരണം ഞാനാണല്ലോ പ്രൊമോട്ട് ചെയ്യുന്നത്. കാശ് വാങ്ങിച്ചിട്ടല്ലോ, ഞാൻ തന്നെയാണല്ലോ പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ പ്രൊമോട്ട് ചെയ്തില്ല പിന്നെ ആരെ പ്രൊമോട്ട് ചെയ്യുന്നത്?
ഓക്കെ. സോ ഫസ്റ്റ് എനിക്കൊരു ചാനലുണ്ട്. ഞാൻ ഇവിടെ ഇത് പറയുവാണ്. എൻ്റെ ഒരു ഈ ഒരു സ്ട്രഗിൾ എനിക്കിവിടെ പറഞ്ഞില്ലെങ്കിൽ, കാരണം ഇപ്പോഴത്തെ എന്നെ കേൾക്കുന്ന ഒരു ഓഡിയൻസ് നിങ്ങളാണ്. അപ്പം അവിടെ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എക്സ്പ്രസ്ഡ് ആവും അല്ലേ. പിന്നെ ആദ്യം ഒരു ചാനലുണ്ടായിരുന്നു, ഇപ്പം അതില്ല. ഇനി ആരും പോയി അടിച്ചു നോക്കണ്ട. മിന്നീസ് ക്രിയേഷൻ വേൾഡ്. സത്യം പറഞ്ഞ ആദ്യത്തെ ചാനലാണ്. അതിന് മുമ്പ് നമ്മൾ ഈ ചാനലൊക്കെ ഇല്ലാത്ത സമയത്തും കുറേ പേരൊക്കെ മേ ബി ചെയ്യുന്നുണ്ടാവും. ഞാനും പണ്ട് ചെയ്തിട്ടുണ്ട്. വെറുതെ കണ്ണാടിയുടെ മുമ്പിലൊന്നും അല്ല, വെറുതെ നമ്മൾ ചുമ്മാ നിൽക്കുമെന്ന് വെച്ചോ, ഫോണൊന്നുമില്ല, ഹലോ ഗൈസ് എന്ന് പറയുന്നത്, ചുമ്മാ സാധാ വീഡിയോ വരെ എടുക്കുന്നത്, ഒരു ഫോണും ഇല്ല. ഇത് കേട്ടിട്ടാണ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പല റിലേറ്റീവ്സും ഇല്ലെങ്കിൽ ആരൊക്കെ നമ്മൾ കാണുന്നവരൊക്കെ മോളെന്താ എന്തെങ്കിലും വർത്തമാനം പറയുവാണോ എന്നൊക്കെ. അത് നല്ല വന്നതാണ്. അത് ഞാൻ കറക്റ്റ് സമയത്ത് ഞാൻ പോസ്റ്റ് ചെയ്തോണ്ട് പിന്നെ കുഴപ്പമില്ല. ഓക്കെ, ഷീ കെയിം ടു ടേക്ക് എ വീഡിയോ. അപ്പം ഞാൻ പറഞ്ഞതാണ് മിന്നീസ് ക്രിയേഷൻ വേൾഡ്. അപ്പം എല്ലാവരും തന്നെ വീഡിയോ എടുക്കുമായിരുന്നു. വീഡിയോ അല്ല, ചുമ്മാ പറഞ്ഞു കളിക്കുമായിരുന്നു. അപ്പം അപ്പോഴേ ഞാൻ ഓർത്തതാണ് മിന്നീസ് ക്രിയേഷൻ വേൾഡ് എന്ന് ഇടണമെന്ന്. മിന്നീസ് ക്രിയേഷൻ വേൾഡ് ഇപ്പം ആ ചാനലില്ല, അതാരും നോക്കണ്ടാവും. കാരണം ഞാനും കണ്ടായിരുന്നു. പക്ഷെ അതിൽ ഞാൻ പറയില്ല, അതാണ് ഞാൻ പറയാം, തുടക്കം പറഞ്ഞ പോലെ അതിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സബ്സ്ക്രൈബേഴ്സ് കൂടുതലായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ദ ലാസ്റ്റ് ടൈം അല്ല, ആ ചാനൽ പോയത് എന്തോ ഒരു ഗൂഗിളിൽ നിന്ന് എന്തോ ഇത് വന്ന് പോയതാണ്, ഗൂഗിൾ അക്കൗണ്ട്സ് അതിൽ ഇതുപോലെയാണ് തോന്നുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് എന്നെ ചെയ്യായിരുന്നു. അതുകൊണ്ട് എന്താ കാര്യം, ഇപ്പം ഇത് കിട്ടിയല്ലോ എനിക്ക്. ശരിക്കും ഇപ്പോൾ വെച്ചിട്ട് എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ തുടങ്ങണം. കാര്യം പിന്നെ തുടങ്ങാൻ മേ ബി എക്സൈറ്റിംഗ്. പുതിയ പ്രൊഫൈല്, പുതിയ ഡിസ്ക്രിപ്ഷൻ അവരൊക്കെ കൊടുക്കാം, പുതിയ വീഡിയോ, സബ്സ്ക്രൈബേഴ്സ്. പക്ഷേ മൈ ഓൾ ഫാമിലി, we are all a family, we all are family. അപ്പോൾ അതൊരു ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻ്റ് ആയിരുന്നു. പക്ഷെ അതിൽ ഞാൻ ഒരുപാട് പഠിച്ചു. നെവർ ഗീവ് അപ്പ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്തും എൻ്റെ വീഡിയോസൊന്നും ഒട്ടും ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതായത് സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയോ ഗെയിൻ ചെയ്തു, അത് ഞാനിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ നേരത്തെ വീഡിയോസിനൊക്കെ പറയുന്നില്ല, ഓക്കെ, എന്നാലും ക്വാളിറ്റി വീഡിയോസ് അല്ലായിരുന്നു അത്രയ്ക്ക്. അതായത് സിംപിളി ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം. മിന്നീസ് ക്രിയേഷൻ വേൾഡ് അത് നല്ലതായിരുന്നു. 333 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഹയസ്റ്റ് സബ്സ്ക്രൈബൊക്കെ അവിടെ. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അത് പോയി. പക്ഷെ അത് ഞാൻ വിട്ടില്ല. അത് പോയപ്പോൾ പിന്നെ ഒരിക്കലും വിട്ടില്ല. കാരണം ആദ്യത്തെ ചാനലാണ്, നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ പിന്നെ തുടങ്ങി ന്യൂസ് ലൈഫ് സ്റ്റൈൽ. അത് നിങ്ങളിപ്പോൾ പോയാൽ കിട്ടുമായിരിക്കും. ഞാൻ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഐ എം നോട്ട് ഗോയിങ് ടു ഡിസ്പ്ലേ ഇറ്റ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഓർ കമൻറ്റ് ബോക്സ്. നിങ്ങൾ പോയി നോക്കിയാൽ മതി. മേ ബി യു വിൽ സീ. ഫേസുള്ള വീഡിയോ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് റിമെമ്പർ. നിരൂസ് ലൈഫ് സ്റ്റൈൽ അതിലും ഇങ്ങനെ അതിലെന്താ കുറച്ചും കൂടെ ഒരു, അതിലും വലിയതൊന്നുമില്ല. അത് കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. മിന്നീസ് ക്രിയേഷൻ വേൾഡ് പിന്നെ അത്രയും 3-4 വർഷമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അത്രയും വിഷമം വന്നു അത്ര സബ്സ്ക്രൈബേഴ്സ്. ഇതിനകത്ത് 67 സബ്സ്ക്രൈബേഴ്സ് വരെ നിന്നു. അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അക്കൗണ്ട് പോയെന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഇതിന് സംഭവിച്ച പോലെ, രണ്ടാമത്തെ ചാനൽ ഇപ്പം ഇതിന് സംഭവിച്ച പോലെ തന്നെ അക്കൗണ്ട് പോയി. എന്താ നമ്മൾ ഡിലീറ്റ് ആക്കാൻ നോക്കിയതല്ല, സ്പേസ് പോയി, അങ്ങനെയല്ല. ബട്ട് നമ്മുടെ അക്കൗണ്ട് സൈനിങ് പോലെ എന്തോ പോലും ശരിക്കും ഇതെടുക്കുവാണെങ്കിൽ പിന്നെ കിട്ടിയാൽ അത് വിട്. ഞാൻ ഇപ്പോൾ ആളില്ലാത്തതിനുള്ള ബുദ്ധി കിട്ടിയത് ഞാൻ സത്യം പറഞ്ഞ ഓർത്ത് ഈ ചാനൽ പോയെന്ന്. അപ്പം 67, അത് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കിട്ടും കേട്ടോ. 67 സബ്സ്ക്രൈബേഴ്സ്. അതിനകത്ത് ക്വാളിറ്റി വീഡിയോ ഇതുപോലത്തെ വീഡിയോസ് ഒന്നുമില്ല, കൂടുതൽ ഷോർട്സ് ആയിരുന്നു. ലോങ് വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല. ദ നോയ്സ് ഇസ് ബിക്കമിങ് സോ മച്ച്. എനിക്കറിയാം, എന്നാലും ഞാൻ പെട്ടെന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നോക്കാം. ദെൻ വാട്ട്, പിന്നെ ഈ ചാനൽ തുടങ്ങി. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾ കാര്യം മനസ്സിലാക്കി, ഞാൻ പോയ ചാനലിൻ്റെ ഒന്നും പേര് ഞാൻ ഇട്ടിട്ടില്ല. ഇപ്പം യൂഷ്വലി ചിലർ ചെയ്ത ഒരു ചാനൽ തുടങ്ങുന്നു, ചാനൽ പോകുമ്പോൾ അതേ പേരിടുക. മേ ബി അതിടാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തോ എന്നെ സംബന്ധിച്ച് നമ്മൾ പറയില്ലേ, ഇനി ഇതിവിടെ വേണ്ട, ഇതെല്ലാം മണ്ണിൽ അലിഞ്ഞു പോയി, അങ്ങനെ പറയില്ലേ, ആ ഒരു രീതിയിൽ എനിക്ക് സപ്പോസ് ഞാൻ ഒത്തിരി ഇത് പറയുന്നില്ല. ഇപ്പം ഇത് പോയാലെങ്കിൽ ഞാൻ വേറെ ഇടുന്നൊന്നും പറയില്ല. കാരണം ഇതെനിക്ക് കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ടൈം തന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി
ഞാൻ ആ ഒരു സോ ഗൈസ് ഇറ്റ്സ് അബൌട്ട് ടു ഗോ. നമ്മൾ പുറത്തു പോകേണ്ട സമയമായി. ഞാൻ കുറേ നേരം സംസാരിച്ച് വഷളാക്കി. അപ്പോൾ താങ്ക് യു ഫോർ ഇതുവരെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്താലോ എന്ന് ആലോചിക്കുവാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്ര നേരം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിരുന്നെങ്കിൽ വിത്ത് മൈ നൈസ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഷോർട്സ് ഒക്കെ എടുക്കാം. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്, ചെറുതായിട്ട് മഴ ഇങ്ങോട്ട് പൊടിയുന്നുണ്ട്. അപ്പോൾ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും പായസമൊക്കെ കുടിച്ച് ഏകദേശം 1 മണി 2 മണി ആകാറായി. അപ്പോൾ എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പോൾ we'll be seeing soon. Bye. Lost in this cosmic abyss, my mind takes flight. Dark echoes pulsating.